നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയണോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതിവിടെ ചെയ്യുന്നത്. ഇതിവിടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ചതിയാവും, പ്രത്യേകിച്ച് ഈ മലപ്പുറത്തുള്ള ഹിന്ദു ക്രിസ്ത്യാനികളോട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് മേനിതടിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്, അവരോടും കൂടി ചതിയായിരിക്കും. കാരണം അത്തരത്തിലുള്ള നല്ലവരുണ്ടെങ്കിൽ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ഒക്കെ അത്തരക്കാരാണ്. കാരണം ഇത് മലപ്പുറം എന്ന് പറയുന്ന ഈ ജില്ലയിൽ, മലപ്പുറം എന്ന് വെറും പറയാൻ പാടില്ല, മതേതര മലപ്പുറം ജില്ല എന്ന് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കൂട്ടരുടെ കുരു ഇങ്ങനെ പൊട്ടി പൊട്ടി ഒലിച്ചിട്ട് വരും. നോക്കൂ, ഞാന് ജന്മം കൊണ്ട് മലപ്പുറം സ്വദേശിയാണ്. ജീവിച്ച് ഇവിടുത്തെ അനുഭവങ്ങളും എല്ലാം കൃത്യമായിട്ടും നേരിട്ട് മനസ്സിലാക്കി അതിനോട് പടവെട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മലപ്പുറത്തെ കുറിച്ച് എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ വരുന്ന ജിഹാദികൾ ആദ്യം നിന്റെയൊക്കെ വീട്ടിലുള്ളവന്മാരോട് ചോദിക്കുക, നിനക്കൊക്കെ മലപ്പുറത്തെ കുറിച്ച് അറിയൂ എന്നുള്ളത്. കാരണം 1921 മുൻപും 1921 ശേഷവും എന്ന രീതിയിലേക്ക് മലപ്പുറത്തെ വിഭജിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അറിയപ്പെടേണ്ടതുണ്ട്. മലബാർ കലാപം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടുകൊണ്ട് ഇവിടെ 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ ഇസ്ലാമിക ജിഹാദി വാരിയംകുന്നൻ എന്തായിരുന്നു ബാക്കി വരുന്ന ഹിന്ദുക്കളെ ചെയ്തതെന്നും എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതെന്നും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണല്ലോ നാളെ. അവിടെ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞു, നീയൊക്കെ എങ്ങനെയാടാ നമ്മളൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായത്? അന്റെ ബാപ്പാന്റെ പേരൊന്ന് അന്വേഷിച്ച് പോയി നോക്ക്, വല്ല ശങ്കരനോ അയ്യപ്പനോ ഒക്കെ ആയിരിക്കും. പിന്നെയോ അന്റെ ഉമ്മാന്റെ പേര് അന്വേഷിച്ച് പോയി നോക്കി, സരസ്വതിയോ ജാനകിയോ ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ന് മത്സരിക്കുന്ന രംഗത്തുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഉപ്പ കൃത്യമായിട്ട് അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ട് മുൻപ് തന്നെ. മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ടും ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദിസത്തിനും, എന്തിനേറെ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന ഞമ്മൻ വലിയ മതേതരന്മാരാണെന്ന് വിളിക്കുന്ന മുസ്ലിം ലീഗിനെതിരെയും ശക്തമായിട്ട് നിലപാടെടുത്തൊരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് മത്സര രംഗത്തുള്ള സമയത്ത് PV അൻവർ എന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് എന്നൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊന്നല്ല, മലപ്പുറത്ത് ജീവിക്കുന്ന അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന, ഷോപ്പുകൾ നടത്തുന്ന, വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് രഹസ്യമായിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു വസ്തുത. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് എന്നെ ഒരു വ്യക്തി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അത്ഭുതമോ ഞെട്ടലോ തോന്നിയില്ല. പക്ഷെ ഇത് കേൾക്കുന്ന, ഇത് മതേതര ജില്ലയാണ്, മതേതരത്വത്തിന് പേര് കേട്ട വലിയ അപ്പോസ്തലന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന ചിന്താഗതിയുള്ള ആളുകൾ ഞെട്ടുമായിരിക്കാം. മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയുടെ ബേക്കറിയും ഹോട്ടലുമായിട്ട്, ചെറിയൊരു ഹോട്ടലും ബേക്കറിയുമായിട്ട് ചേർന്ന ഒരു ഗ്രാമത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു സ്ഥാപനം, ആ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി അടുത്തുള്ള 1-2 പള്ളികളിൽ വരെ ജുമുഅ നമസ്കാരത്തിന് ശേഷം ആ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ നിന്ന് ആരും ഒന്നും വാങ്ങരുതെന്ന് ആഹ്വാനം വരെ നൽകുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ സത്യം കൃത്യമായിട്ടും അന്വേഷിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു വേദന കൊണ്ടാണ് ഞാൻ ഇവിടെ ആ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് പറയുമ്പോൾ ഇവിടെ കുരു പൊട്ടി ഒലിക്കുന്നവർ മാത്രമല്ല, ഇവിടെ 153A പ്രകാരം മതസ്പർദ്ധ പൊട്ടി ഒലിപ്പിച്ചു എന്നുള്ളതും അതല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം നൽകി എന്നുള്ളൊക്കെ വകുപ്പുകൾ ചേർത്ത് ഒരു പക്ഷേ എനിക്കെതിരെ കേസ് വരാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതിവിടെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വളമയാവും എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിനാണ് ഈ ഒരു വലിയ വേദനാജനകമായിട്ടുള്ള അവസ്ഥ വന്നത്. ഇന്ന് അദ്ദേഹം മറ്റൊരു ഹോട്ടലിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഹോട്ടലും ബേക്കറിയുള്ള സ്ഥാപനം പൂട്ടി. അപ്പൊ അദ്ദേഹം എന്നെ ബന്ധപ്പെടുന്നത് ബൈജുവേട്ട എന്ന് എന്നെ വിളിക്കാറ്, എന്നേക്കാൾ മൂത്ത ആളാണ്. എന്നിരുന്നാലും എന്നെ ബൈജുവേട്ട എന്ന് വിളിക്കാം. ബൈജുവേട്ട, എനിക്ക് ഇങ്ങനെ പൂട്ടേണ്ടി വന്നു. അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല. ഒരു ഹോട്ടലും ഒരു ബേക്കറിയൊക്കെ ആകുമ്പോൾ അത് പൂട്ടുമ്പോ അവസ്ഥ ആലോചിച്ച് നോക്കും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും വെക്കാൻ സ്ഥലമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റാൻ, കിട്ടുന്ന വിലക്ക് വിൽക്കാമായിരുന്നു, നമ്മൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നേരിട്ട് പോയി ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാടക വീട്ടിൽ ആകെ 2 റൂമുള്ള ഒരു ഓടിട്ട വീടാ, പഴയ വീടാണ്. 2000 രൂപയുടെ വാടകയ്ക്കുള്ള ഒരു പഴയ വീടാണ്. കാരണം അദ്ദേഹത്തെ കൊണ്ട് താങ്ങുള്ളൂ. 2 കുട്ടികൾ പഠിക്കുന്നു. മൂത്ത കുട്ടി 19 വയസ്സായ പെൺകുട്ടിയാണ്. ചെറിയ കുട്ടി 8-ലോ 9-ലോ അങ്ങനെ ആയിട്ടുണ്ട്. 2 കുട്ടികള്. ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ കടം വാങ്ങി തുടങ്ങിയ ഒരു കടയാണ്. അത് ഇങ്ങനെയും ആക്കി. അത്തരത്തിൽ ഇദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയാമോ? ഇദ്ദേഹം കാവി മുണ്ടുടുക്കും, ഇദ്ദേഹം നോൺ വെജ് ഒന്നും കഴിക്കില്ല. പക്ഷെ നോൺ വെജും എല്ലാ ഫുഡും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ടും അദ്ദേഹം ഹൈന്ദവ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെയോ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരൊക്കെ ഹിന്ദു സംഘടനകളിലൊക്കെ ഉള്ള കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരിക്കും.
അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണിലെ കരടായി. മാത്രമല്ല അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുള്ള ആളുകൾ ഒരിക്കലും പിന്നീട് വീണ്ടും വീണ്ടും ഒരുപാട് തവണ വന്നുകൊണ്ട് അവിടെ നിന്നും തന്നെ ഫുഡ് കഴിക്കുന്ന രീതി, അത്രയും നല്ല കഴിവുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. പക്ഷെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് പാടില്ല, തടയണം എന്നുള്ള രീതിയിൽ തന്നെ പൂട്ടിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ എന്റെ നാട്ടിലുള്ള, പേരോ സ്ഥലമോ ഞാൻ പറയുന്നില്ല, ഒരു ഇൻഡസ്ട്രി ഒക്കെ നടത്തുന്ന, മെറ്റൽ ഇൻഡസ്ട്രി നടത്തുന്ന ഒരാളുണ്ട്. ആദ്യകാലത്തെ ഇൻഡസ്ട്രിയൽ വർക്ക് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയാമോ? അദ്ദേഹം ഈ മൃതശരീരങ്ങളൊക്കെ ദഹിപ്പിക്കാൻ ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട്, ഹിന്ദു സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതിന്റെ സേവയ്ക്ക് പോവാറുണ്ട് ഈ വ്യക്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയാമോ? നമ്പർ 1 ഇൻഡസ്ട്രി വർക്കർ ആയിരുന്ന അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയിൽ വർക്ക് കിട്ടാണ്ടായി. കാരണം എന്താ? ഇവിടെ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യത്തിലുള്ളൂ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഏട്ടാ നിങ്ങൾ ഈ വർക്കിന് പോവാതിരിക്കുക. കാരണം നിങ്ങളുടെ അന്നമാണ് നിങ്ങൾക്ക് വലുത്. നിങ്ങൾക്ക് സേവ ചെയ്യാൻ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾ മാറുക. ഈ സേവ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് മുടങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ അത് നിർത്തേണ്ടതുണ്ട്. കാരണം ഈ വർക്കിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളോ മറ്റൊട്ടേറെ സംഘടനകളൊന്നും നിങ്ങൾക്ക് അന്നത്തിന് വഴിമുട്ടുമ്പോൾ നിങ്ങളെ സഹായിച്ചോളണമെന്നില്ല. കാരണം അവർക്കൊക്കെ ഒരു ചവിട്ടുപടി മാത്രമാണ് നിങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വർക്ക് നിർത്തി അദ്ദേഹത്തിന്റെ മാനവ സേവ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വർക്കുകൾ വരുന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സഹോദരൻ ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് തുടങ്ങി ഒരു വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന, അതിഗംഭീരമായിട്ടും ജീവിച്ചു പോന്നിരുന്ന, ഓഫീസൊക്കെ ഇട്ട് നന്നായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരാൾ, അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ ജിഹാദികളുടെ ഈ പ്രചാരണം മൂലം വർക്ക് കിട്ടാണ്ടായി. ഇന്ന് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബാറിൽ ഒഴിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം ജീവിതത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ തീക്ഷ്ണമായിട്ട് തന്നെ ഇത്തരത്തിൽ ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ജിഹാദികളും ഇത്തരത്തിൽ ഭീകരത കാണിക്കുന്നവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിച്ചോ എന്ന് നമ്മളില്ല. പക്ഷെ ഇവിടെ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി നടിച്ച് നടക്കുന്ന ആളുകൾ, അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. ഇനി അദ്ദേഹം അയച്ചു തന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ കുറച്ചൊക്കെ അതിന്റെ പിക്ചറുകൾ എന്റെ കയ്യിലുള്ളൂ. പക്ഷെ അതിന് ഞാൻ ഗൂഗിളിൽ നിന്ന് അതുമായിട്ട് മാച്ച് ആയിട്ട് സാധനങ്ങൾ എടുത്തത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നമ്മൾക്കറിയാം, ഒരു ബേക്കറി കയറി ചെല്ലുമ്പോൾ തന്നെ കൗണ്ടറാണ്. അതിൻ്റെ ഉള്ളിൽ പലഹാരമൊക്കെ വെക്കുന്ന 2-3 തട്ടുള്ള ഗ്ലാസിന്റെ ഹെവി കൗണ്ടറാണത്. അത് ഏത് റൂമിലും വെക്കാൻ പറ്റുന്ന 10x10 റൂമിൽ പോലും വെക്കാൻ പറ്റും. അതിന്റെ 5 അടിയോളം 3 അടിയോളം ഹൈറ്റും 5.5 അടിയോളം നീളമുള്ള രീതിയാണ്. ഇത് വോൾട്ടാസിന്റെ ഒരു ഫ്രിഡ്ജാണ്, വലിയ ഫ്രിഡ്ജ്. നമുക്കറിയാം വെള്ളമൊക്കെ തണുപ്പിക്കാൻ, സോഡ, മറ്റുള്ള കാര്യങ്ങൾ, മറ്റ് ഐസ്ക്രീം വെക്കുന്ന ക്യാബിൻ പോലത്തെയുള്ള ഒരു ഫ്രീസർ. ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങളാണുള്ളത്. അതിന്റെ മോഡൽ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി AVTയുടെ കോഫിയും അതല്ലെങ്കിൽ ചായയും റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്ന, നമുക്കറിയാം തിയേറ്ററുകളൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, റെഡിമെയ്ഡ് ആയിട്ട് ചായയും ടീയും ഒക്കെ ഉണ്ടാക്കുന്ന മെഷീൻ. പിന്നെ അടുപ്പ്, 3 കള്ളിയുള്ള സ്റ്റൗവ്, ഗ്യാസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 കള്ളിയുള്ള ഇരുമ്പിന്റെ ആ ഒരു സ്റ്റൗ വരുന്നുണ്ട്. പിന്നെ മസാല ദോശ മാത്രം ഉണ്ടാക്കാനുള്ള വേറൊരു സ്റ്റൗ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങളാണ്. ഇതൊന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മഴ കൊണ്ട് നശിച്ചു പോകും. ഇനി ഹീറ്റർ വരുന്നു, എണ്ണക്കടികളൊക്കെ, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചൂടാറാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ടിന്റെ ഹീറ്ററാണ്. ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ താൽക്കാലികമായിട്ട് എന്റെ കൂടി ബന്ധത്തിലുള്ള ഒരു ഷെൽട്ടറിലേക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റി മഴ കൊള്ളാത്തിടത്ത് വെക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ശ്രമകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരു ബേക്കറി അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അത് എങ്ങനെയെങ്കിലും വിറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. അപ്പോൾ അത് മാന്യ പ്രേക്ഷകരിലേക്ക് കൂടി വെക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കട നടത്താൻ പറ്റില്ല. അദ്ദേഹം മറ്റൊരു ഹോട്ടലിൽ ഹെൽപ്പറായിട്ട് ജോലിക്ക് പോക്ക് തുടങ്ങി. കാരണം ചെലവ് കഴിഞ്ഞു പോകണല്ലോ. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് അദ്ദേഹം പോയി. ഈ സാധനങ്ങൾ അനാഥമായി തന്നെ കിടക്കുകയാണ്. ഇതൊന്ന് വിറ്റഴിക്കാൻ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇതിൽ ആവശ്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. അല്ലാതെ എന്താ സംഭവിച്ചത്, അതാണോ ഇതാണോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ബന്ധപ്പെടാതിരിക്കുക. വാട്സപ്പ് മാത്രമേ ഈ നമ്പറിലുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് താല്പര്യമുള്ളവർ, ഇത് ഒന്ന് മൊത്തത്തിൽ എടുക്കാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. അല്ലാതെ ഓരോന്ന് പീസായിട്ട് എടുക്കാൻ അത് ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-2.5 ലക്ഷം രൂപയോളം വരുന്ന മൂല്യമുള്ള സാധനങ്ങളാണ്. ആ സാധനത്തിന് ഒരു ചെറിയൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് വല്ലാതെ പരിക്ക് പറ്റാത്ത രീതിയിൽ എടുക്കാൻ പറ്റുന്ന, ചെറിയ കട തുടങ്ങാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. കാരണം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരിക്കലും നമ്മളൊരു പുതിയ സാധനം എടുക്കാൻ പോകുമ്പോൾ കിട്ടില്ല. ഇത് അത്രയ്ക്കാണ് യൂസ് ചെയ്യാത്തതാണ്. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന കക്ഷിയാണ്, നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ കൂടി തന്നെ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നത്. ഇതില് എല്ലാ സാധനങ്ങളും ഒന്നുകൂടി കാണാൻ നമുക്ക് കൗണ്ടറിലിടുന്ന ഈ ഗ്ലാസിന്റെ അലമാര, കൗണ്ടർ കൂടിയായിട്ട് ഉപയോഗിക്കുന്ന, അതിൽ കാശിടുന്ന മേശവലിപ്പടക്കമുള്ള ആ ഒരു ടൈപ്പ് കൗണ്ടറാണ് ഇത് വരുന്നത്. അത് ഏത് റൂമിലും 10x10 അടക്കമുള്ള റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന എൽ ഷേപ്പിലാണ്. പിന്നെ വലിയ വെള്ളം തണുപ്പിക്കാനും മറ്റിനൊക്കെ ഉപയോഗിക്കുന്ന വോൾട്ടാസിന്റെ വലിയൊരു ഫ്രിഡ്ജ്, ഹൈറ്റിലുള്ള ഫ്രിഡ്ജ്. പിന്നെ നമ്മൾക്കറിയാം ഐസ്ക്രീം ഒക്കെ ഇടാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ മറ്റ് കൂഡ് ഐസ്, അങ്ങനത്തെ കുറെ കുട്ടികൾക്കുള്ള ഈ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ക്യാബിൻ പോലെയുള്ള ഐസ്ക്രീം ഇത് വരുന്നു. പിന്നെ വരുന്നു ചായ റെഡിമെയ്ഡ് ഉണ്ടാക്കുന്ന, കോഫിയും ഉണ്ടാക്കുന്ന വൈൻഡിങ് മെഷീൻ. ഇനി വരുന്നു അടുത്തത് സ്റ്റൗകളാണ് വരുന്നത്. സ്റ്റൗ 3 കള്ളിയുള്ള ഒരു സ്റ്റൗ ഉണ്ട്. മാത്രമല്ല ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിംഗിൾ സ്റ്റൗ ഉണ്ട്. ഈ മസാല ദോശയ്ക്കുള്ള സ്റ്റൗവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് 2 ബർണർ വേണം. നീളത്തിലുള്ള 2 ബർണറുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് സെപ്പറേറ്റ് തന്നെയാണ് വേറൊരു സ്റ്റൗവും. അത്തരത്തിൽ കല്ല് വെച്ചുകൊണ്ട് ദോശയും അതുപോലെ മസാല ദോശയും ഉണ്ടാക്കുന്നത്. പിന്നെ എണ്ണക്കടികളൊക്കെ ചൂടാറാതെ സൂക്ഷിക്കാനുള്ള ആ ഒരു ഹോട്ട് ബോക്സ്, കറണ്ടിൽ പ്രവർത്തിക്കുന്ന ചൂടാറാ പെട്ടി, അതല്ലെങ്കിൽ ചൂടാക്കുന്ന പെട്ടി. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്. അപ്പൊ താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പൂർണ്ണമായിട്ടേ കൊടുക്കുന്നുള്ളൂ, പീസ് ആയിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു വിലയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയാണ്. പുതുതായിട്ട് ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇത്തരത്തിൽ സ്വയം തൊഴിലായിട്ട് തുടങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. മാത്രമല്ല നമ്മൾക്കറിയാം മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ പുതുതായിട്ട് വല്ലതും ഇത്തരത്തിൽ തുടങ്ങാനിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു താക്കീത്, വലിയൊരു സന്ദേശം കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബോധ്യമുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിനെതിരെ എന്തൊക്കെ കമന്റുകളും തെറിവിളികളും വരുമെന്നൊക്കെ എനിക്കറിയാം. നമ്മളിതുവരെ കേട്ടത് കൊണ്ട് ഇതിലധികവും ചാടി കടന്നവൻ ആടടാ ഉറുമീസ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കതൊക്കെ വെറും ഡാഷ് പോലെയേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ സഹോദരനെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഒരു കട നടത്താൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും സ്വയം തൊഴിൽ നടത്താൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്ന ഒരാള്, അപ്പൊ അവർക്ക് നമുക്കിത് ഡൊണേറ്റ് ചെയ്തിട്ട് സ്ഥാപനം തുടങ്ങി കൊടുക്കാന്ന് ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആളുകൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് സ്ഥാപനം തുടങ്ങി കൊടുക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളുമാണ് ഇതോടൊപ്പം ഉള്ളത്. മാന്യപ്രേക്ഷകർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. ആ സഹോദരനെ സഹായിക്കാൻ നമുക്ക് കൂട്ടായിട്ട് ഒത്തൊരുമയോടെ ശ്രമിക്കാം. കൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആ ഒരു മനസ്സുള്ള ആളുകളോട് നമ്മൾക്ക് ഇത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവിടെ മഹാഭൂരിപക്ഷം വന്നിരുന്ന, അതല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ അവസ്ഥ എന്തെന്നും ന്യൂനപക്ഷമായിട്ടുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എന്തെന്നും ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഭരണഘടന രൂപീകൃതമായതിനു ശേഷവും പിന്നെ ഇങ്ങോട്ട് ഭരിച്ചിട്ടുള്ള 6.5 പതിറ്റാണ്ട് നമ്മുടെ ഭാരതത്തെ ഭരിച്ചിട്ടുള്ള അവർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളും ദുഷ്ടത്തരങ്ങളും എല്ലാം നമ്മൾക്ക് വഖഫ് ബോർഡിന്റെ ആ നിയമം വന്നതിലൂടെ തന്നെ നമ്മൾക്ക് അറിഞ്ഞതാണ്. നമ്മളെയൊക്കെ ചതിച്ചുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഇത്രയും നാൾ ഭരിച്ചതെന്നും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ ഭരണഘടനയിൽ തിരികെ കയറ്റിയ ഒരുപാട് നിയമങ്ങളും ഭരണഘടന ആ വകുപ്പുകളും ഒക്കെ നമ്മൾ അറിഞ്ഞത് ഈ വഖഫ് ബോർഡ് വിഷയത്തിലൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമ്മൾക്ക് എവിടേക്ക് ഓടി ഒളിക്കാനില്ല എന്ന ആ ചിന്തയോടുകൂടി തന്നെ ഈ സഹോദരനെ സഹായിക്കണം. എല്ലാവരും മുന്നോട്ട് വരിക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.